ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ ഒന്നും അറിയാത്ത പോലെ നാം ഇങ്ങനെ വളരെ വിഷമിച്ച് സംസാരിക്കാറുണ്ടല്ലേ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് സെൻറ്റൻസുകളിലൂടെ ഒരു 3-4 സെൻറ്റൻസുകളിലൂടെ അതിൻ്റെ പ്രധാനമായ കാര്യങ്ങളെ മനസ്സിലാക്കി നമുക്കൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. ഇന്ന് നമുക്ക് നോക്കേണ്ടത്, ഞാൻ പറയുകയാണിപ്പോൾ, അവൻ സാധാരണയായി അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകാറുണ്ട്, അവൻ സ്കൂളിൽ പോയിരുന്നു, അവർ സ്കൂളിൽ പോയിരുന്നു അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോവാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതിനകത്തുണ്ടാകുന്ന വ്യത്യാസം, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു പറയാറുണ്ട് എന്ന് പറഞ്ഞു, ഇതിൽ തന്നെ വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വളരെ മൈന്യൂട്ടായി മാത്രം നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നാവുന്ന ചില ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവൻ സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹീ ഗോസ് ടു സ്കൂൾ എന്ന് പറയാം. അവൻ സ്കൂളിൽ പോകാറുണ്ട്. അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത് എന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ തുടർന്ന് പറയുന്നത്. അപ്പോൾ അവസാനം വരെ കാണുക. ഏറ്റവും അവസാനമായിട്ട് നൽകിയിരിക്കുന്ന എക്സർസൈസും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിനെ പറ്റി നല്ലൊരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അവൻ സ്കൂളിൽ പോകുന്നു എന്നതിന് ഹീ ഗോസ് ടു സ്കൂൾ എന്നും, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകാറുണ്ട്, അവൻ സ്കൂളിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അതായത് സാധാരണയായി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട്, അതുപോലെ ഉറങ്ങാറുണ്ട്, എഴുന്നേൽക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒപ്പം തന്നെ അതിനോട് ഓരോ രീതിയിൽ, അതായത് ഓരോ ആളുകൾ മാറുമ്പോഴും സബ്ജക്റ്റുകൾ മാറുമ്പോഴും വരുന്ന ചേഞ്ചസും നമുക്ക് നോക്കാം. അപ്പം അവൻ സ്കൂളിൽ പോകുന്നു എന്നതിന് നമുക്ക് ഹി ഗോസ് ടു സ്കൂൾ എന്ന് പറയാം. ഇത് തന്നെയാണ് അവൻ സ്കൂളിൽ പോവാറുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാര്യം സ്ഥിരമായി ചെയ്യാറുണ്ട് എന്ന് പറയാൻ നമുക്ക് ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ് ഉപയോഗിക്കാം. ഇവിടെ ഡു വെർബ് എന്ന് പറഞ്ഞാൽ ഗോ, സ്ലീപ്പ്, ഈറ്റ്, ജമ്പ് എന്ന് പറയുന്നത് പോലെയും, ഡസ് വെർബ് എന്ന് പറഞ്ഞാൽ ഗോസ്, സ്ലീപ്സ്, ജംപ്സ്, ദെൻ വോക്സ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതായത് ഏതെങ്കിലും ഒരു വെർബിന് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്ക്, ഇപ്പം നമ്മൾ ഗോ തന്നെ പറയാണ്, ആ പ്രവൃത്തി ചെയ്യുമ്പം അല്ലെങ്കിൽ ആ പറയുമ്പം അതിനോടൊപ്പം പ്രത്യേകിച്ച് ഒന്നും ഓക്സിലറീസ് ഒന്നും, അതായത് ഗോയിങ് എന്നോ ഗോസ് എന്നോ ഇല്ലെങ്കിൽ ഗോണെന്നോ അങ്ങനെയൊന്നും ആഡ് ചെയ്യാതിരുന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിനകത്ത് ഓക്സിലറി വെർബായ ഡു ഉണ്ട്. ഓക്കെ, അതായത് വളരെ സിമ്പിളായ കാര്യമാണ് പറയുന്നത്. അവൻ പോവാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പോവാറുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ പോവാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഗോ ടു സ്കൂൾ എന്നാണ് പറയുന്നത്. ഞാൻ സ്കൂളിൽ പോവാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഗോ ടു സ്കൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കാം. എന്നാൽ ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുന്നതിനും എന്താണ് ഉപയോഗിക്കുന്നത്? ഈ ഐ ഗോ ടു സ്കൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് പറയാനും എന്താണ്? ഈ ഐ ഗോ ടു സ്കൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് മനസ്സിലാക്കിക്കൊള്ളുക, ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ് ചേർത്തൊരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയില്ലേ. അല്ലെങ്കിൽ ഇരിക്കാറുണ്ട്, നിൽക്കാറുണ്ട്, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ വരുന്നു, പോകുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ. അത് മനസ്സിലാക്കി വെക്കുക. അവിടെ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല, ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു ശൈലികൾ വെച്ചുള്ള ടിപ്സുകളാണ്. ഇങ്ങനെയുള്ള ടിപ്സുകൾ ഉൾപ്പെടുത്തിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്ക് ചെയ്യാനും. അപ്പോൾ ഇവിടെ ഈ ഇത്രയും കാര്യങ്ങൾ, പോകാറുണ്ട്, വരാറുണ്ട്, പോകുന്നു, വരുന്നു, ദെൻ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് ഐ, യു,
ദേ, അതുപോലെ പ്ലൂറലായിട്ട് കുറേ പേരുള്ളവിടത്ത് നമുക്ക് ഡു വെർബാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലാക്കുക. ഐ യു ദേ പോലെയുള്ളവിടത്ത് പോകുന്നു, പോകാറുണ്ട്, പോകുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഡു വെർബാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ സിംഗുലറായ, സിംഗുലർ എന്ന് പറയുമ്പോൾ സിംഗിൾ എന്ന് ഓർത്താൽ മതി. ഓക്കെ. ഹീ പോലെ, ഷീ പോലെ, രാജു, ലീല പോലെ ഉള്ളിടത്ത് നമ്മൾ എന്തുപയോഗിക്കണം? ഡസ് വെർബാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പോകുന്നു എന്ന് പറയുമ്പം ഐ ഗോ എന്നും, അവൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹീ ഗോസ് എന്നും ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അവൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹീ ഗോസ് എന്നാണ്. അവൻ പോകാറുണ്ട് എന്ന് പറഞ്ഞാലും ഹീ ഗോസ് ആണ്. അവൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഹീ ഗോസ് ആണ്. ഇതുപോലെ തന്നെ ഐ വെച്ചും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാലും, ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും, ഞാൻ പോകാറുണ്ട് എന്ന് പറഞ്ഞാലും ഐ ഗോ തന്നെയാണ്. ഇവിടെ ഒരു സംശയം വരരുത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുമാണ്. അപ്പോൾ അവൻ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ ഹീ ഗോസ് ആണെങ്കിൽ അവിടെ ഏത് ഓക്സിലറി വെർബാണുള്ളത്? ഡസ് വെർബാണുള്ളത്. അപ്പോൾ ഈ ഡസ്സിനെ നമ്മൾ പുറത്തെടുത്തുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. അവൻ പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡസ്സിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്ത് ഹി ഡസ് നോട്ട് ഗോ എന്നാക്കുക. ഓക്കെ. എന്നാൽ അവൻ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഡസ്സിനെ നമ്മൾ പുറത്തെടുത്തിട്ട് ഡസ് ഹി ഗോ എന്നാക്കുക. എന്നാൽ അവൻ പോകാറില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഹി ഡസ് നോട്ട് ഗോ പറഞ്ഞ ആ ഡസ് നോട്ട് എടുത്തിട്ട് ഡസ് നോട്ട് ഹി ഗോ എന്ന് ആക്കുക. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പോകാറുണ്ടോ, പോകാറില്ല, പോകാറില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ തന്നെയായിരിക്കും ഗോയുടെ കാര്യവും വരുന്നത്. അതായത് ഞാൻ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഗോയാണ്. ഞാൻ പോകാറില്ല എന്നാണെങ്കിലോ ഗോയിലെ ഏതെടുക്കണം? ഗോയിലുള്ള ഓക്സിലറി വെർബായ ഡു എടുക്കണം. ഐ ഡു നോട്ട് ഗോ എന്നാവും. എന്നാൽ നീ പോകാറില്ല അല്ലെങ്കിൽ നീ പോകാറുണ്ടോ, ഇപ്പം ഞാൻ പോകാറുണ്ടോ എന്നാണെങ്കിൽ ആ ഡൂവിനെ ആദ്യം എഴുതി ഡു ഐ ഗോ എന്ന് എഴുതിയാൽ മതി. അവിടെ നീ ആണെങ്കിൽ ഡു യു ഗോ. നീ പോകാറില്ലേ എന്നാണെങ്കിൽ ഡോണ്ട് ഐ ഗോ അല്ലെങ്കിൽ ഡോണ്ട് യു ഗോ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ സെൻറ്റൻസുകളെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതായത് ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു 3 രീതിയിലുള്ള ശൈലികളാണ്. അതായത് പോകുന്നു, പോകുന്നുണ്ട്, പോകാറുണ്ട് എന്ന രീതിയിലുള്ള ശൈലികളാണ് പറഞ്ഞത്. അപ്പോൾ ഈ 3 ശൈലിയിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡു അല്ലെങ്കിൽ ഡസ് വെർബാണ് വരുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും ഗ്രാമറിനെ ബേസ് ചെയ്തല്ലാതെ ഈ പറഞ്ഞ പോലെ ശൈലികളെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങൾക്കുള്ള എക്സസൈസുകളെല്ലാം നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ എക്സർസൈസിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനോട് നിങ്ങൾ നോക്കൂ. ഞാൻ അമ്മയെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അമ്മയെ സഹായിക്കുന്നു. ഐ ഹെൽപ്പ് മദർ അല്ലേ. ഞാൻ അമ്മയെ സഹായിക്കുന്നില്ല എന്നാണെങ്കിലോ ഐ ഡു നോട്ട് ഹെൽപ്പ് മദർ. അപ്പം അമ്മയെ സഹായിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും എന്ത് വരും? ഐ ഹെൽപ്പ് മദർ. ഞാൻ അമ്മയെ സഹായിക്കാറില്ല എന്ന് പറഞ്ഞാലും ഐ ഡു നോട്ട് ഹെൽപ്പ് മദർ. എന്നാൽ അവൻ അമ്മയെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ഹെൽപ്സ് മദർ. അവൻ അമ്മയെ സഹായിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും ഹി ഹെൽപ്സ് മദറാണ്. പക്ഷെ അവൻ അമ്മയെ സഹായിക്കാറില്ല, ഹി ഡസ് നോട്ട് ഹെൽപ്പ് മദർ. അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ ഐ യു ദേ മുതലായവ വരുമ്പം ഡു വെർബും, എന്നാൽ ഒരാൾ മാത്രം ഉള്ളതാണെങ്കിൽ ഡസ് വെർബും. അപ്പോൾ അതിൻ്റെ ആ ഒരു ശൈലി ഏതാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ക്ലാസ്സുകളുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എക്സർസൈസാണ്. ഈ എക്സർസൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവർ എന്നെ വിളിക്കാറുണ്ട്. അവർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ പോകുന്നു. ഞാൻ അവിടെ പോകുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, നീ സ്കൂളിൽ പോകാറുണ്ടോ. നീ സ്കൂളിൽ പോകാറുണ്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, അമ്മ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. അമ്മ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്.
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവൻ വരാറില്ലേ? അവൻ വരാറില്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.